അപ്പോ നമ്മള് ഡേ 2 ആണ്. കുശാൽ നഗറിൽ നിന്ന് നമ്മൾ അടുത്തത് മൈസൂരിലോട്ടാണ് പോകുന്നത്. അവിടെ പാലസ്, സൂ ഇതൊക്കെ നമുക്ക് കാണാനുണ്ട്. കൂട്ടത്തിൽ നമ്മളെ നല്ല അടിപൊളി ക്യാമ്പുകളും ഉണ്ടാവും. ഓക്കെ, മഴയുണ്ട്. ഓക്കെ, പോകല്ലേ? ദിവസമാണ് കേട്ടോന്ന്. അപ്പൊ എല്ലാരും അത് വളരെയധികം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്. നമ്മൾ ഓരോ യാത്രയിലും വ്യത്യസ്തമല്ലേ? എങ്ങനെ വയലട, അതേമാതിരി നമ്മുടെ നെല്ലിയാമ്പതിയൊക്കെ ആയിട്ട് ഓരോ യാത്രകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് അല്ലേ? അങ്ങനെ കിട്ടുന്നത്. കാഴ്ചകളും വ്യത്യസ്തമാണ്, അനുഭവങ്ങളും വ്യത്യസ്തമായിട്ട് രീതികളാണ്. നമുക്ക് ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ 2 വണ്ടികളായിട്ടാണ് പോരുന്നത് അല്ലേ? അതൊരു വലിയൊരു എന്താ പറയാ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 2 വണ്ടികളായിട്ട് പോരുമ്പോ നമുക്ക് പറയുന്നതൊന്നും എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരു ഫോണിൽ മറ്റേ ഫോണിൽ കണക്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് കേൾപ്പിക്കുന്ന ഒരു രീതിയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് ഇല്ല, ഒറ്റ വണ്ടിയിലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ടൈം നമുക്ക് നല്ലൊരു വലിയൊരു വണ്ടി എടുത്തിട്ട് അങ്ങനെ വരാം അല്ലേ? എന്താണ് മറ്റേ വണ്ടിത്തെ ആൾക്കാരെ അഭിപ്രായം എന്താ? അതെ, ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മള് കാട്ടിക്കൊക്കെ കയറുന്ന സമയത്ത് ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുമ്പോ, അതല്ലെങ്കിൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലം കൂടെ യാത്ര ചെയ്യുമ്പോ നമ്മുടെ ഫോണില് അവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ ആയി കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കട്ടായി പോകും. ഇങ്ങനെ ഒരു നിരവധി പ്രശ്നങ്ങൾ ഇതില് വരുന്നുണ്ട്. നമുക്ക് അതിന് അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. ഈ കാടിന്റെ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. അതിലൂടെ നമ്മളെ മനസ്സിന് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഉന്മേഷം പകർന്നു അല്ലെ? രാവിലെ തന്നെ ക്ഷീണമൊക്കെ മാറില്ല എല്ലാവർക്കും? എന്താണ് വേണ്ടിയ ധനുഷിന്? ഉണ്ണിയപ്പം വേണമെന്നാണ്. നിങ്ങളെ വണ്ടിയിലിടാ ഫ്രൂട്ട്സും ഉണ്ണിയപ്പൊക്കെ അല്ലേ? കഴിച്ചോളിട്ടോ. അപ്പൊ നമ്മളെ ധനുഷ് പറഞ്ഞ സ്ഥിതിക്ക് നല്ല ഉണ്ണിയപ്പം ഞങ്ങള് കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വണ്ടിയിലുള്ള സാധനങ്ങൾ എടുത്ത് കഴിച്ചോളി. നല്ല ഉണ്ണിയപ്പം നമ്മള് എവിടുന്ന വാങ്ങി? നമ്മളത് എനിക്ക് തോന്നുന്നു തിരുനെല്ലി ക്ഷേത്രത്തിന്റെ അവിടെ ഉള്ള ആ ഭാഗത്തുനിന്ന് വാങ്ങിയ നല്ലൊരു ഉണ്ണിയപ്പാണ് നമ്മള് കഴിക്കാൻ പോകുന്നത്. ഉണ്ണിയേട്ടന്റെ ഉണ്ണിയപ്പം അടിപൊളി. അതെ, ധനുഷ് അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളാ ഉണ്ണിയപ്പം അത് നമ്മൾ കഴിക്കണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ അടിപൊളിയായിട്ടുള്ള. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വ്ലോഗൊക്കെ ചെയ്യണല്ലേ? കാരണം എന്താ വെച്ചാൽ കൊറേ യാത്ര പോയിണ് നമ്മള്, ഒരുപാട്. കാരണം എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഫസ്റ്റ് ടൈം നമ്മളെ ജാസിർ മാഷിന്റെ കാണിച്ചു. ജാസിർ മാഷിന്റെ വളരെ നിർബന്ധപ്രകാരം ആണ് നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ. നമ്മളെ ജാസിർ മാഷാണ്, അദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ടാണ് നമ്മൾ ഈ വ്ലോഗ് ചെയ്യണത് അല്ലേ? മാസം ചെയ്താല് നമ്മളിലുള്ള എന്തെങ്കിലും കാര്യങ്ങള് അല്ലേ മറ്റുള്ള ആളുകൾ കാണുമ്പോൾ അവർക്കൊരു ആവേശം വരികയാണെങ്കിലേ ഓരോ മാർഷൽ ആർട്സിന്റെ ക്ലാസ്സുകളിലുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപാട് യാത്രകൾ ക്ലാസ്സിന്റെ ഇടയ്ക്ക് പോകട്ടെ അല്ലേ? നമ്മുടെ ശരീരത്തിനെ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിനെ നന്നാക്കുന്നത് പോലെ തന്നെ മനസ്സിനെയും നന്നാക്കട്ടെ, മനസ്സിനെയും ആനന്ദം കൊള്ളട്ടെ. അപ്പൊ അങ്ങനെ ഒരു ഫിസിക്കലായിട്ട് ഫിറ്റ് ആകുന്ന ഒരു ശരീരത്തിനോട് കൂടെ തന്നെ നല്ല ഒരു മനസ്സും എപ്പോഴും സന്തോഷം കൊണ്ട് നിൽക്കുക അല്ലേ? ശരീരത്തെ പോലെ തന്നെ മനസ്സും ഫിറ്റ് ആവട്ടെ, എപ്പോഴും ആനന്ദിക്കട്ടെ, സന്തോഷിക്കട്ടെ. എല്ലാവർക്കും നല്ല സന്തോഷങ്ങൾ വരട്ടെ. അപ്പൊ നമ്മൾ ഉണ്ണിയേട്ടന്റെ ഉണ്ണിയപ്പം വെച്ചിട്ടാണ് നമ്മള് കളിക്കുന്നത് അല്ലേ? നല്ല ഉണ്ണിയേട്ടന്റെ ഉണ്ണിയപ്പം, നല്ല കിണ്ണ ഉണ്ണി. ജാസിമശ അത് കാണിച്ചു കൊടുത്തു. എന്താ നല്ല വ്യൂ ഉണ്ട്, നല്ല വ്യൂ, അടിപൊളി വ്യൂ. നമ്മളെ മറ്റേ ടീമിന്റെ എന്തെങ്കിലും ഉണ്ടോടാ? ഉണ്ണിയപ്പം എന്തെങ്കിലും ഉണ്ടോ? ബാക്കത്തെ കാളില് എന്തെങ്കിലും ഉണ്ണിയപ്പം ഉണ്ടോ? അപ്പൊ ഓല് കട്ടാക്കി. അപ്പൊ അതുകൊണ്ട് ഓർക്ക് എന്തോ കേൾക്കുന്നില്ല എന്നുള്ളൊരു വിഷയമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഓര് അത് കട്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇവിടത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ.
എങ്ങനെയുണ്ട്? മഴക്കാലത്ത് വന്നോണ്ടാണ് പിന്നെ അവിടുത്തെ എന്തെങ്കിലും അഡ്വഞ്ചർ സ്പോർട്സ് ചെയ്യായിരുന്നു അല്ലേ? വേണമെന്നല്ല ഇതിലൊക്കെ എങ്ങനെയുണ്ട് വ്യൂ? ഓ സെറ്റ് ധനുഷ് എങ്ങനെയുണ്ട് വ്യൂ? ഓ അടിപൊളി രക്ഷയില്ല. ലോക്കുള്ള പരിപാടിയാണ്. പോകുന്ന ടൈമിന് എന്താ ശരത്തേട്ടാ ലോക്ക് കാർ ലോക്കാക്കാൻ പറയും. പണിയെടുക്കാൻ പോവാണ്. ശരത്തേട്ടന് പറ്റല്ലേ? ആള് കാണാല്ല. നമ്മളാളതാ വരുന്നേ. എത്തി മേഖല ഓടി വരുന്നു. ബാക്ക് താറിലൊരിക്കാൻ പോനെ. അവിടെ മഴ ഉണ്ടോ? അവിടെ മഴ ഉണ്ടോ? മഴണ്ടോ തുള്ളിയാണുണ്ട്. വെയിലുണ്ടോ? ചെറുതായിട്ടുള്ളൂ. രാത്രി അവിടെ വണ്ടി കേട്ടോ പോണേ. ബാഗൊക്കെ വന്നേക്കോ? എടുത്തിക്കിട്ടോ. ബാക്കിലാണ് വണ്ടി. ബാക്കില് വണ്ടി ഓൽക്ക് തെറ്റിച്ചു. ഞങ്ങള് ഇന്ന് പാട്ടിടണ്ടടാ. ഇന്നലെ ഞങ്ങളൊക്കെ പിന്നെ വിശന്നുകൊണ്ടും പിന്നെ ഉറക്കക്ഷീണം കൊണ്ടൊക്കെയാണ് ഞങ്ങളത്. ഇപ്രാവശ്യം ഞങ്ങള് അതെ തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു. യെസ്. ഇവിടെ പോർക്കോ അത് ഇങ്ങനെ നമുക്ക് പോർക്കർച്ചി ഗൈസ്. പോർക്കർച്ചി അല്ല പോത്തല്ല പോർക്കർച്ചി ഗൈസ്. പോർക്കർച്ചി പന്നി പോയിനെ നാളെ തൂക്കിട്ട് പോയിനെ കെട്ടി തൂക്കിന് കളി ഓനെ പറ്റിച്ചിട്ട് എടാ ഞങ്ങള് തുറന്നണേ. ഈ ചങ്ങായി ലോക്കൊക്കെയാണ്. ഇനി നമ്മളെ നേരെന്താണ്? മൈസൂർ ഒറ്റവേ അല്ലേ? മൈസൂര് ആനക്കൊണ്ടന കണ്ടോ? ഗഡുകൻ ധനുഷിന് വേണ്ടി മാത്രം ആനക്കൊണ്ടനെ കാണാൻ വേണ്ടിട്ട് മൈസൂരിലേക്ക് കടുവനെ നമ്മുടെ ആനക്കൊണ്ടൻ. അതുപോലെ നമ്മളെ കടുവനെ കാണാൻ വേണ്ടി അപ്പൊ ഓക്കെ പോലെ
ಪ್ರವೇಶ ಶುಲ್ಕವಿಲ್ಲದೆ ವೀಕ್ಷಿಸಬಹುದು. ಅರಮನೆಯ ಹೊರ ಮತ್ತು ಒಳಾವರಣೆಯಲ್ಲಿ ಖರೀದಿಸುವ ಯಾವುದೇ ವಸ್ತುಗಳಿಗೆ ಅರಮನೆ ಮಂಡಳಿಯು ಕಣ್ಗಾವಲಿಸಿದೆ. ಹೆಚ್ಚಿನ ಮಾಹಿತಿಗಾಗಿ സൂ തീരുമാനിച്ചിരുന്നു. പക്ഷെ ചൊവ്വാഴ്ച അവധി ആയതുകൊണ്ട് നമ്മൾ നേരെ മൈസൂർ പാലസിലേക്ക് ഉണ്ടാവും അല്ലേ. ഇന്ന് നമ്മളെ ട്രിപ്പിന്റെ 3ാമത്തെ ദിവസമാണ്. അപ്പൊ ധനുഷിന് വേണ്ടി എന്തിനാണ്ട് ആനക്കൊണ്ടൻ ആനക്കൊണ്ട് ആനക്കൊണ്ടനാണ് നമ്മൾ